വയനാടിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഏറ്റവും വലിയ ഒരു നിലാരംബരായിട്ടുള്ള പാവപ്പെട്ട മനുഷ്യർക്കുള്ള ഏറ്റവും വലിയൊരു ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടന കർമ്മമാണ് ഇന്ന് നിർവഹിച്ചിട്ടുള്ളത്. പാവപ്പെട്ട രോഗികൾക്കും അതുപോലെ തന്നെ നിലാരംബരായിട്ടുള്ള വീടില്ലാത്തവർക്കും കഷ്ടപ്പെടുന്ന എല്ലാ ജനതയ്ക്കും വേണ്ടി ഇന്ന് പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്ത ഈ സംവിധാനം തീർത്തും സാധാരണക്കാരായ പാവപ്പെട്ട രോഗികൾക്കും കഷ്ടപ്പെടുന്നവർക്കും വലിയൊരു മുതൽക്കൂട്ടാണ്. വർഷങ്ങളായിട്ട് ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ വയനാട് പ്രദേശത്ത് നടന്നു വരുന്നുണ്ട്. അതിന്റെ ഏറ്റവും വലിയ ഏകോപനം, ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട ദിനമാണ് ഇന്ന് ഉദ്ഘാടനം നിർവഹിച്ചത്. വയനാടിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഇന്ന് ഉദ്ഘാടനം ചെയ്ത ഈ കെട്ടിടം നമുക്കറിയാം, നമ്മുടെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ റിലീഫ് പ്രവർത്തനത്തെ ഏകോപിപ്പിക്കുന്നതിനും പുതിയ കാഴ്ചപ്പാടിനനുസൃതമായി നമ്മുടെ നാട്ടിലെ ജനസേവന മേഖലയിൽ ഓൺലൈൻ സംവിധാനവും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും വലിയ ആവശ്യമായ മെഡിക്കൽ സഹായങ്ങൾക്കും ഈ കെട്ടിടത്തെ ഉപകാരപ്പെടുത്തുക, അതുപോലെ തന്നെ വിദ്യാഭ്യാസ ഉന്നമനത്തിനുള്ള പ്രവർത്തനത്തിനും ഈ കെട്ടിടത്തെ ഉപകാരപ്പെടുത്തുന്നതാണ് കമ്മിറ്റി ആഗ്രഹിക്കുന്നത്. ആ ആഗ്രഹത്തിൻ്റെ കൂടെ ഈ കഴിഞ്ഞ കാലങ്ങളിൽ സഹായിച്ച ഓരോരുത്തരെയും സ്മരിച്ചുകൊണ്ട് വരും കാലങ്ങളിലും നിങ്ങളുടെയൊക്കെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് 1100 സ്ക്വയർ ഫീറ്റിൽ ഈ നിലനിൽക്കുന്ന ഈ ബിൽഡിങ്ങിൽ ജനസേവന കേന്ദ്രം, അതേപോലെ കൗൺസിലറുടെ ഓഫീസ്, ക്ലിനിക്ക്, വരും കാലങ്ങളിൽ ഫാർമസി, അതുപോലെ വിദ്യാഭ്യാസ പ്രവർത്തനം, പ്രത്യേകിച്ച് SSLC, +2, LSS, USS, മറ്റു PSC കോച്ചിങ് ഉൾപ്പെടെയുള്ള എക്സാമുകളുടെ കോച്ചിങ് സെൻ്ററുകൾ തുടങ്ങിയ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക്, അതേപോലെ സ്ത്രീകളുടെ കോച്ചിങ്ങുമായി ബന്ധപ്പെട്ട് ജോലി സംബന്ധമായ കാര്യങ്ങൾ അതെല്ലാമാണ് ഈ ബിൽഡിങ്ങിൽ നിലവിൽ നമ്മൾ കമ്മിറ്റി ഉദ്ദേശിക്കുന്നത്. ഇതുപോലെ പാവപ്പെട്ട രോഗികൾക്ക്, പ്രത്യേകിച്ച് അപകടത്തിൽപ്പെട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലെത്തുന്ന രോഗികൾക്ക് വീൽ ചെയറുകൾ, അതേപോലെ തന്നെ സർജിക്കൽ കട്ടില്, വാക്കർ, എയർ ബെഡുകൾ, ഇത്തരം ഒട്ടനവധി സംവിധാനങ്ങളാണ് നമ്മളെ ഓഫീസിൽ ഒരുക്കിയിട്ടുള്ളത്. പാവപ്പെട്ട നിത്യജീവിതത്തിന് പോലും മാർഗമില്ലാത്ത ആളുകൾക്ക് വലിയ ഉപകാരപ്രദമായിട്ടുള്ള മെഡിക്കൽ എക്യുപ്മെന്റ്സുകളും ഈ സ്ഥാപനത്തിൽ ലഭ്യമായിട്ടുണ്ട് പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട്.